എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു ഓഡിയോ ക്ലാസ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വരുന്ന CA ഫൗണ്ടേഷൻ ബിസിനസ് ലോ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു അവസാന നിമിഷ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് CA എക്സാമിനേഷൻസിന് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന ഭാഗത്തുനിന്ന് ചോദിക്കും, ഇന്ന ഭാഗത്തുനിന്ന് ചോദിക്കില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്നാലും ചില ഭാഗങ്ങൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ എനിക്ക് തോന്നുന്ന ചില ഭാഗങ്ങൾ പറയുകയും അതേപോലെ തന്നെ ഓരോ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയാണുള്ളത് എന്നുകൂടി പറയാന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ, ഞാനിത് ഓഡിയോ ആയിട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുത്തു വയ്ക്കുക കൈവശം. അപ്പം ഇത് എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഇത് കേൾക്കണമെന്നില്ല. ഒട്ടും പഠിക്കാതെ ആരും ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് ഒട്ടും കോൺഫിഡൻ്റ് അല്ലാതെ ഇനി ഒരുപാട് കവർ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇത് കേൾക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ഭാഗങ്ങൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുത്തു വയ്ക്കുക. നമുക്ക് ഈ സ്ക്രീനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടോ അല്ലാതെയോ ഞാൻ പറയുന്നത് കേൾക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഞാനും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ആക്ട്, അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ ഫസ്റ്റ് പേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഡെഫിനിഷൻസ് മാത്രമാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ എഗ്രിമെൻ്റ് എന്താണ്, കോൺട്രാക്ട് എന്താണ് എന്നത് മാത്രമാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. എഗ്രിമെന്റിന്റെ ഡെഫിനേഷനും കോൺട്രാക്ടിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ എഗ്രിമെന്റിന്റെ ഡെഫിനേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു 3 പേജിൽ നിന്ന് അത് മാത്രമേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുള്ളൂ. എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. പിന്നെ ഈ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഉണ്ടല്ലോ, എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു കോൺട്രാക്ട് വാലിഡ് ആവാൻ വേണ്ടി ഉണ്ടാവേണ്ടത്. അത് അങ്ങനെ ഒരു ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മുൻപ് അതൊരു എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം മുൻപും നമുക്ക് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ നേരിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇനി അതിനകത്ത് ആ പറയുന്ന പേജിൽ 1.4 പാർട്ടീസ് ഇന്റന്റ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം അത് വെച്ചിട്ട് നമുക്ക് കേസ് ലോസ് എപ്പോഴും വരാറുണ്ട്. പാർട്ടീസ് ഇന്റന്റ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, അതും ആ കേസിന്റെ പേരും പഠിച്ചു വെക്കുക. കാരണം അതിൽ നിന്ന് കേസ് ലോ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് കേസ് ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല. പിന്നെ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. മറ്റുള്ള ഫോർമേഷന്റെ ബേസിലുള്ളതും ഫോർമേഷന്റെ ബേസിലുള്ളത് വളരെ സിമ്പിളാണ്. അത് നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. മാത്രമല്ല അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും അത്ര കണ്ട് ടഫ് അല്ല. പക്ഷെ എൻഫോഴ്സിബിലിറ്റിയുടെ ബേസിലുള്ള ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് വാലിഡ് കോൺട്രാക്ട്, എന്താണ് വോയിഡ് കോൺട്രാക്ട്, എന്താണ് വോയിഡ് എഗ്രിമെന്റ്, എന്താണ് വോയിഡബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ എഗ്രിമെന്റ് എന്നുള്ളതിന്റെ സെക്ഷൻ ഉൾപ്പെടെ പഠിക്കുക കേട്ടോ. അതിൻ്റെയൊക്കെ സെക്ഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. അതൊക്കെ ഒരു ബേസിക് സെക്ഷനാണ്. അപ്പോൾ അത് ബേസിക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനിയിപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ പ്രശ്നമാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻസിന്റെ ഭാഗത്തു നിന്ന് അത് മാത്രം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. മറ്റൊന്ന് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് പറയുന്ന ഭാഗത്ത് ഈ അനാലിസിസ് ഒന്നും അങ്ങനെ നോക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ജനറൽ ഓഫർ, ടൈപ്സ് ഓഫ് ഓഫർ ചിലപ്പോൾ ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടാണ് ടൈപ്സ് ഓഫ് ഓഫർ ചോദിക്കുക. അതിൽ ജനറൽ ഓഫറും സ്പെഷ്യൽ ഓഫറും ചിലപ്പോൾ കേസ് ലോയിൽ ചോദിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മളവിടെ ജനറൽ ഓഫർ എന്താണെന്നും സ്പെഷ്യൽ ഓഫർ എന്താണെന്നും ചിലപ്പോൾ ഒരു കേസ് ലോയിൽ ഉൾപ്പെടുത്തി നമ്മൾ ചിലപ്പോൾ എഴുതേണ്ടി വരാം. അതുപോലെ തന്നെ നമുക്ക് ക്രോസ് ഓഫറും കൗണ്ടർ ഓഫറുമാണ് കേസ് ലോയിൽ മറ്റൊന്ന് ചോദിക്കാനുള്ള സാധ്യത. ഈ ക്രോസ് ഓഫറും കൗണ്ടർ ഓഫറും ചിലപ്പോൾ ഒരു കേസ് ലോ പോലെ തന്നെ കറക്റ്റായി ഡയറക്റ്റായിട്ട് ചോദിക്കാം. അതായത് ഒരാളൊരു ഓഫർ കൊടുത്തു, ഓപ്പോസിറ്റ് വ്യക്തി ഇങ്ങനെയാണ് ചെയ്തത്, അപ്പോൾ ഇത് വാലിഡ് ആണോ, അങ്ങനെയുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ജനറൽ ഓഫറും സ്പെഷ്യൽ ഓഫറും
വേറെ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ എഴുതേണ്ടി വരാന്നുണ്ടെങ്കിലും ക്രോസ് ഓഫറും കൗണ്ടർ ഓഫറും ചിലപ്പോൾ പക്ക കേസ് ലോ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ചോദിക്കാം. സ്റ്റാൻഡിങ് ഓഫർ അങ്ങനെ കേസ് ലോ ചോദിക്കില്ല. പിന്നെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ, അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് എസെൻഷ്യൽസ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഓഫർ വാലിഡ് ആവാൻ വേണ്ടത് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കതിൽ എല്ലാ പോയിന്റുകളും നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ കേസ് ലോ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത മൂന്നാമത്തെ പോയിന്റാണ്. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറി എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. അതിനകത്താണ് നമ്മൾ ലാൽമൻ ശുക്ല വേഴ്സസ് ഗൗരിദത്തിൻ്റെ കേസൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒരു കേസ് ലോ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഒരു കേസ് ലോ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നിങ്ങൾക്ക് അതേപോലെ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നോട്ടിൽ വേറെ ഒരു തരത്തിൽ തന്നിട്ടുണ്ടായിരുന്നു, അത് പഠിച്ചു വയ്ക്കുക. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന നോട്ടാണെങ്കിലും ശരി, നിങ്ങളുടെ കയ്യിൽ ഇൻവിറ്റേഷൻ ടു ഓഫറിനെ കുറിച്ച് എഴുതാനുള്ള ഒരു പാരഗ്രാഫ് നിങ്ങളിൽ വേണം. അപ്പോൾ ഇൻവിറ്റേഷൻ ടു ഓഫറായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇൻവിറ്റേഷൻ ടു ഓഫർ ഉറപ്പായിട്ടും നന്നായിട്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ മാത്രമേ ബാക്കിയുള്ളത് ഉപകാരപ്പെടുകയുള്ളൂ. കേസ് ലോയിൽ ചോദിക്കാൻ സാധ്യത ഇതാണ്. മറ്റൊന്ന് അക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ്. അക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ലീഗൽ റൂൾസ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനുള്ള സാധ്യത വരുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ഒരു കേസ് ലോ ആയിട്ട് ചോദിക്കാൻ സാധ്യത എന്ന് പറയാനായിട്ട് നമ്മുടെ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതൊരു കേസ് ലോ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് കുറേ കേസുകൾ വരുന്നുണ്ട്. നമ്മുടെ ബ്രോഡ്ഗൺ വേഴ്സസ് മെട്രോപൊളിറ്റൻ റെയിൽവേ കമ്പനി, അതുപോലെ തന്നെ നീൽ വേഴ്സസ് മെററ്റ്, അതേപോലെ തന്നെ യൂണിയൻ ഓഫ് ഇന്ത്യ, അതേപോലത്തെ കുറച്ച് കേസസ് ഒക്കെ. ആ കേസസ് എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ചിലപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി പ്രിസ്ക്രൈബ്ഡ് മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ചിലപ്പോൾ ചോദിക്കാം. കാരണം ഒരു മോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു കേസ് ലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ മിയർ സൈലൻസ് ഈസ് നോട്ട് അക്സെപ്റ്റൻസ്, ഫെൽട്ടോസ് വേഴ്സസ് ബിൻലെ എന്ന് പറയുന്ന പോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കേസും ചിലപ്പോൾ വരാം. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഓഫറിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക, എപ്പോഴാണ് അക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതിൽ ആ ടെലിഫോൺ അതേപോലെ തന്നെയുള്ള സംഭവങ്ങളൊന്നും അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. അതേപോലെ സ്പെഷ്യൽ കണ്ടീഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഓഫ് പെർഫോമൻസിന്റെ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു ചോദ്യം സിമിലർ ആയിട്ടുള്ള കേസിലോ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പേജ് നമ്പർ പറഞ്ഞു പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ ഓർഡറിൽ പറഞ്ഞു പോവാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പെർഫോമൻസ് പേജ് നമ്പർ 1.21 വരുന്നത്. അപ്പോൾ അതിൽ ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ തന്നതിന് വല്ലാതെ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നോട്ടിൽ എന്താണോ ഞാൻ തന്നിരിക്കുന്നത് അത് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കുക. റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അത് ഡയറക്റ്റ് ആയിട്ടോ കേസിലോ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. സെക്കൻഡ് യൂണിറ്റിനകത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം അത് വളരെ ചെറിയ ടോപ്പിക്കാണ്. 3 സെന്റൻസ് അല്ലെങ്കിൽ 3 ഹെഡിങ്സ് മാത്രം വരുന്ന ഭാഗമാണ്. അതിനകത്ത് വാട്ട് ഈസ് കൺസിഡറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു അനാലിസിസ് ഉണ്ട്. അത് നമ്മൾ നോക്കണ്ട, ഡെഫിനിഷൻ പഠിച്ചു വെക്കുക കൺസിഡറേഷൻ്റെ. ലീഗൽ റൂൾസ് റിഗാർഡിങ് കൺസിഡറേഷൻ എന്നുള്ളത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, പിന്നെ കേസ് ലോയിലും ചോദിക്കാറുണ്ട്. ഈ കേസ് ലോയിൽ വരുന്നത് കൂടുതലും ഫസ്റ്റ് പോയിന്റും അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റും ആണ് കൂടുതലും നമ്മൾ കേസ് ലോയിൽ കണ്ടിട്ടുള്ളത്. കേസ് ലോയിൽ അങ്ങനെ കാണാറുണ്ട് കേട്ടോ. പിന്നെ കൺസിഡറേഷൻ നീഡ് നോട്ട് ടു ബി ആഡിക്വേറ്റ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ചിലപ്പോൾ കേസ് ലോയിൽ കാണാറുണ്ട്. അപ്പോൾ 1ാമത്തെയും 2ാമത്തെയും പിന്നെ 4ാമത്തെയും പോയിന്റ് ആണ് കൂടുതൽ കേസ് ലോസിൽ കാണാറുള്ളത്. പിന്നെ വരുന്ന അടുത്ത ടോപ്പിക് സ്യൂട്ട് ബൈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, കേസ് ലോ ആയിട്ട് ചോദിക്കാം. അതിലേത് പോയിന്റ് നമുക്ക് കേസ് ലോ ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ കൂടുതലും സാധ്യത എനിക്ക് തോന്നുന്നത് ഈ എക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ കോവണന്റ് റണ്ണിങ് വിത്ത് ലാൻഡ് 5ാമത്തെയും 6ാമത്തെയും പോയിന്റ് ആണ് കൂടുതലും കേസ് ലോയിൽ വരാറുള്ള ഒരു സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് വാലിഡിറ്റി ഓഫ് എൻ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. അതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഒഴിവാക്കാനില്ല, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കൂടുതലും കേസ് ലോ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത ആദ്യത്തെ 2 പോയിന്റാണ്. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനും കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസും ആണ് കേസ് ലോ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് കോൺട്രാക്റ്റിലാണ് വരുന്നത്. കപ്പാസിറ്റിയിൽ റൂൾസ് റിലേറ്റിംഗ് ടു മൈനേഴ്സ്
എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. മറ്റൊന്ന് കേസിലായിട്ട് വരാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് വരാം, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, മൈനർ ക്യാൻ ബി ബെനിഫിഷ്യറി എന്നുള്ള മൂന്നാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് കേസിലുമായിട്ട് വരാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാമത്തെ പോയിന്റ് ജോയിന്റ് കോൺട്രാക്ട് ബൈ. അത് മാത്രമേ നമുക്ക് കേസ് ലോയിൽ അങ്ങനെ വരാനുള്ള സാധ്യത ഉള്ളൂ കേട്ടോ. എന്നാലും പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു മാർക്കിനായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 15 പോയിന്റുകൾ നിങ്ങൾ എഴുതേണ്ടി വരും. അൺസൗണ്ട് മൈൻഡിൽ നിന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റനെ വരാറുള്ളൂ, അങ്ങനെ നമുക്കൊരു കേസിലോ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കാണാറില്ല. ഫ്രീക്വൻസിന്റെ കേസിൽ നമുക്കൊന്നും വിട്ടുമാറ്റാനില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൊയേഷൻ എന്താണ്, അൺഡു ഇൻഫ്ലുവൻസ് എന്താണ്, അതുപോലെ തന്നെ ഫ്രോഡ് എന്താണ്, അതേപോലെ തന്നെ മിസ്റ്റേക്ക് മിസ്റെപ്രസെന്റേഷൻ ഒക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ഡിഫറൻസും പഠിച്ചു വെക്കുക. അതിലൊന്നും നമുക്ക് മാറ്റാനില്ല, കാരണം അതിൽ എന്തിൽ നിന്ന് വേണമെങ്കിലും നമുക്കൊരു കേസിലോ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റൻ അതിൽ നിന്ന് പൊതുവെ കുറവാണ് എപ്പോഴും വരാറുള്ളത്. കേസിലോ ക്വസ്റ്റൻ ആണ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. ദെൻ ലീഗാലിറ്റി ഓഫ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട്, സെക്ഷൻ 23. അതിന് കേസ് ലോസ് ചോദിക്കാൻ അങ്ങനെ സാധ്യത കൂടുതലും ഈ ഭാഗങ്ങളിൽ വളരെ കുറവാണ്. ആ ഭാഗം ചില നമ്മൾ ഈ പറഞ്ഞ കറക്റ്റ് ആ ഒരു വെൻ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, അതിൽ നിന്ന് കേസ് ലോസ് ചോദിക്കൽ കുറവാണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കൂടുതലും അതിൽ നിന്ന് വരാനുള്ളൊരു സാധ്യത നിൽക്കുന്നത്. പക്ഷേ എഗ്രിമെന്റ്സ് ഓപ്പോസിറ്റ് പബ്ലിക് പോളിസിയിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റനും ചോദിക്കാം, കേസ് ലോ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റനും വരാം, കേസ് ലോ ക്വസ്റ്റനും വരാം. അതിൽ കേസ് ലോ ക്വസ്റ്റ്യൻ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് കേസ് ലോ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ കേസ് ലോ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാവുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് റിലേറ്റിംഗ് ടു പബ്ലിക് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞതിൽ നിന്നും നമുക്കൊരു കേസ് ലോ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. അത്തരം പോയിന്റുകളിൽ നിന്നാണ് നമുക്കൊരു കേസ് ലോ ക്വസ്റ്റൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, കൺസിഡറേഷൻ അൺലോഫുൾ ഇൻ പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 24 ആണ്. അതും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല, അതിൽ നിന്നും ചിലപ്പോൾ ഒരു കേസ് ലോ ക്വസ്റ്റൻ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് എഗ്രിമെന്റ്സ് ആണ് അടുത്ത പോയിന്റ്. എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം, കേസ് ലോ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. അതിൽ കേസ് ലോ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് കേസ് ലോ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള പോയിന്റാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് രണ്ടാമത്താണ്. സെക്ഷൻ 27 മിക്ക സമയത്തും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ സെക്ഷൻ 27 നന്നായിട്ട് തന്നെ പഠിക്കാം. പിന്നെ വേജറിംഗ് എഗ്രിമെന്റിലേക്ക് വരുമ്പോൾ അങ്ങനെ അധികം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്ന് കാണാറില്ല. ചോദിച്ചാൽ തന്നെ കൂടുതലും ഈ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസും വേജറിംഗ് എഗ്രിമെന്റ് നമ്മൾ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. മറ്റു സംഭവങ്ങൾ അങ്ങനെ ചോദിച്ച് കാണാറില്ല, ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അവസാന വട്ടമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസും വേജറിംഗ് എഗ്രിമെന്റും തമ്മിലുള്ളതിന് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ നമുക്ക് നാലാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ താരതമ്യേന കുറച്ച് വെയിറ്റേജ് കുറവുള്ളൊരു ഭാഗമാണ് 4th യൂണിറ്റ്. പക്ഷെ എന്നാലും പഠിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതുമാണ്. അപ്പം ഇതിനകത്ത് ഈ സെക്ഷൻ 40 നമുക്ക് ഫസ്റ്റ് ഭാഗം മാറ്റി വെച്ചല്ലേ, ഈ ആക്ച്വൽ പെർഫോമൻസോ അറ്റംപ്റ്റ് പെർഫോമൻസോ ഒന്നും അങ്ങനെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. സെക്ഷൻ 40 ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രോമിസർ തന്നെ പെർഫോം ചെയ്യണം, അവർ തന്നെ ഇന്റൻഷൻ, പാർട്ടീസിന്റെ ഇന്റൻഷൻ പ്രോമിസർ തന്നെ പെർഫോം ചെയ്യണം എന്നാണെങ്കിൽ അവർ തന്നെ പെർഫോം ചെയ്യണം എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 40 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 41 തേർഡ് പേഴ്സൺസ് പെർഫോം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജോയിന്റ് പ്രോമിസേഴ്സിന്റെ പെർഫോമൻസിന്റെ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ജോയിന്റ് പ്രോമിസേഴ്സിന്റെ ഭാഗം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് മിക്ക സമയത്തും ചോദിക്കാറുണ്ട്. അതായത് ഒരാൾ പെർഫോം ചെയ്തു, അതിനിടയ്ക്ക് വെച്ച് മറ്റാൾ ഇൻസോൾവെന്റ് ആയി, അപ്പോൾ ആളിൽ നിന്നും ഇത്ര എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. അത് അങ്ങനെ പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. മറ്റൊന്ന് ടൈം ആൻഡ് പ്ലേസ് ഫോർ പെർഫോമൻസും അതേപോലെ റെസിപ്രോക്കൽ പ്രോമിസ്, ഇതൊന്നും അങ്ങനെ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് കാണാത്ത ടോപ്പിക്കുകളാണ്. ഈ ടൈം ആൻഡ് പ്ലേസിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് മറ്റു ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ ഈ എസെൻസ് നോട്ട് എസെൻസും അങ്ങനെ എഴുതേണ്ടതായിട്ട് വരാറുണ്ട്. അത് നമുക്കൊരു ക്ലാസ്സിൽ കേട്ട് ഓർമ്മ വെച്ച് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ കേസ് ലോ ആയിട്ടോ ഇതിൽ തന്നെ ഇത് മാത്രം അപ്ലിക്കബിൾ ആവുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ കുറവാണ് കാണാറുള്ളത്. ദെൻ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗം സെക്ഷൻ 56 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി പ്രകാരം അത്
വാലിഡ് ആകും, ചിലത് വോയിഡ് ആകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗം അതെന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ദെൻ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ രണ്ടാമത്തെ പോയിന്റ്, അതായത് സെക്ഷൻ 60 ആണ് കൂടുതലും കേസ് ലോ വരാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് കോൺട്രാക്ട്സ് നീഡ് നോട്ട് ടു ബി പെർഫോംഡ് എന്ന് പറയുന്നത് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൂടുതലും വന്ന് കാണാറുള്ളത്. കേസ് ലോസ് വളരെ കുറവാണ് അതിലൊന്നും ഉണ്ടാവാറുള്ളത്. 64ഉം 65ഉം നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. അത് അപ്ലൈ ചെയ്യേണ്ട കേസ് ലോ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വരാറുണ്ട്. 64ഉം 65ഉം. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ആണ് വരുന്നത്. എൻ്റെ നോട്ടിൽ അത് ആദ്യമായിട്ടാണ് തന്നിരുന്നത്, ഫസ്റ്റ് ടോപ്പിക് ആയിട്ടാണ് തന്നിരുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. വാട്ട് ആർ ദി മോഡ്സ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നതിന് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പിന്നെ നമ്മൾ 5ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ആന്റിസിപ്പേറ്ററി ബ്രീച്ചും ആക്ച്വൽ ബ്രീച്ചും എന്താണെന്ന് ചോദിക്കാനുള്ളൊരു സാധ്യത കുറവാണ്. പിന്നെ സെക്ഷൻ 73 എന്തായാലും പഠിച്ചു വെക്കണം. കാരണം ഡാമേജസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ആൻസറിൽ സെക്ഷൻ 73 കോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഡാമേജസ് ഉണ്ടല്ലോ, ടൈപ്സ് ഓഫ് ഡാമേജസ് എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ടൈപ്സ് ഓഫ് ഡാമേജ് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, കേസിലായിട്ട് ചോദിക്കാൻ സാധ്യത ഓർഡിനറി ഡാമേജസും സ്പെഷ്യൽ ഡാമേജസും ആണ്. അപ്പോൾ ഓർഡിനറി ഡാമേജസും സ്പെഷ്യൽ ഡാമേജസും അത് പ്രത്യേകം ഒരു കേസിലോ വരുമെന്നുള്ള രൂപത്തിൽ തന്നെ പഠിച്ചു കൊടുക്കാം. പെനാൾട്ടിയും എൽഡിയും എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള അതിൻ്റെ റെമഡീസ് എന്ന് പറയുന്നതിൽ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ക്ലെയിമിംഗ് ഡാമേജസിന് പുറമേയുള്ള ചില കാര്യങ്ങൾ പറയുന്നത് അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ആ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നമുക്കൊരു കേസിലോ ക്വസ്റ്റ്യൻ വരാം. ഇത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ കണ്ടിജന്റ് ആൻഡ് കോസി കോൺട്രാക്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. കണ്ടിജന്റ് കോൺട്രാക്റ്റിൽ നിന്നും ഒരു കേസിലോ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അത് രണ്ടും സിമ്പിൾ ടോപ്പിക്കാണ്. കോസി കോൺട്രാക്റ്റിൽ നിന്നും കേസിലോ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇത് രണ്ടൊരു സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ വിട്ടുപോയ ഭാഗങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കേസിലോ ക്വസ്റ്റ്യൻസോ ഡയറക്റ്റ് ക്വസ്റ്റ്യനോ ചോദിക്കുന്നു പറഞ്ഞ ഭാഗങ്ങൾ ഇതിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കാനിരിക്കരുത്, വെറുതെ ഒന്ന് വായിച്ച് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വളരെയധികം കൺഫ്യൂസ്ഡും ടെൻഷനൊക്കെ ആയി വെറുതെ നമ്മൾ ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ. കാരണം ഇതെല്ലാം എൻ്റെ ഊഹങ്ങളുടെ പേരിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാലത്തെ ഒരു പരിചയം വെച്ചിട്ടും ഒരു ക്വസ്റ്റ്യൻ സ്കോപ്പ് അനുസരിച്ചും പറയുന്നതാണ്. സോ ഇത് തന്നെ ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതിനൊരിക്കലും ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണരുത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലേക്ക് വരുമ്പോൾ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഡെഫിനേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഗുഡ്സിന്റെ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ടൈപ്സ് ഓഫ് ഗുഡ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. എക്സിസ്റ്റിംഗ്, ഫ്യൂച്ചർ, അതേപോലെ തന്നെ കണ്ടിജന്റ്. എക്സിസ്റ്റിംഗിൽ തന്നെ അസർട്ടൈൻ, അൺഅസർട്ടൈൻ, ഫ്യൂച്ചർ ഗുഡ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഡെഫിനേഷനിൽ അത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടൂ. പ്രധാനമായിട്ടും നോക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ. പ്ലസ് ഇതും കൂടി ഉണ്ട്, നമ്മുടെ ഡെലിവറി എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക. ഏതൊക്കെ തരത്തിൽ ഡെലിവറി ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അത് മാത്രമേ പ്രധാനമായിട്ടും നമ്മൾ അതിന് നോക്കേണ്ടുള്ളൂ. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞുകൊണ്ട് സെയിലും എഗ്രിമെന്റും സെല്ലും, അതേപോലെ സെയിലും ഹയർ പർച്ചേസ്, സെയില് ബെയിൽമെന്റ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. സെക്ഷൻ 7ഉം 8ഉം പഠിച്ചു വെക്കുക. അത് ചിലപ്പോൾ കേസിലോ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. 7ഉം 8ഉം 7ാമത്തെയും 8ാമത്തെയും പോയിന്റ്. പിന്നെ അസർട്ടൈൻമെന്റ് ഓഫ് പ്രൈസ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പറയുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് മുഴുവനായി എന്ന് വിചാരിക്കും, പക്ഷെ മുഴുവനായിട്ടില്ല. അതിൽ ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ പറഞ്ഞ സംഭവം മാത്രം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫസ്റ്റ് യൂണിറ്റിൽ. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒഴിവാക്കാനില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് എപ്പോഴും കേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൊരു ഭാഗമാണ് ഈ പറയുന്ന 2ാമത്തെ യൂണിറ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒഴിവാക്കാനില്ല. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. കാരണം അതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേസിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 3ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഈ ഓണർഷിപ്പിന്റെ ട്രാൻസ്ഫറിങ്ങുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ഗുഡ്സിന്റെ ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക, അതേപോലെ തന്നെ സ്പെസിഫിക് ഓർ അസർട്ടൈൻ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന എപ്പോഴാണ്, അൺഅസർട്ടൈൻ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന എപ്പോഴാണ്, അപ്രോപ്രിയേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്നെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. കേസിലോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് റിസ്ക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടേ ചോദിക്കാറുള്ളൂ. സെക്ഷൻ 26 റിസ്ക് പാസസ് അലോങ് വിത്ത് പ്രോപ്പർട്ടി എന്നാണല്ലോ. അപ്പോൾ റിസ്ക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കേസിലോ ക്വസ്റ്റ്യൻ അങ്ങനെ വരാറുള്ളത്. ഈ ഭാഗത്ത് നിന്ന് തനിയെ ചോദിക്കുകയാണെങ്കിൽ കേസിലോ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ആരിൽ നിന്നെല്ലാം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് ചോദിക്കാറില്ല. അതിൽ നിന്ന് കൂടുതൽ ചോദിക്കാറുള്ളത് നമുക്ക് ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ഈ പേജ് നമ്പർ 2.38, ആ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്കത് എന്താ പറയുക എല്ലാം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണമെന്നില്ല. അതിൽ 9ാമത്തെ പോയിന്റ് ഉണ്ട്, ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റി. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ബാക്കി ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല കേട്ടോ. അപ്പോൾ ആ 4ാമത്തെ അല്ലെങ്കിൽ നമ്മൾ 3ാമത്തെ യൂണിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് പാർട്ടിൽ മാത്രമേ നമുക്കൊരു അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ അൺപെയ്ഡ് സെല്ലറിന്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അൺപെയ്ഡ് സെല്ലറിന് ഗുഡ്സിനെതിരുള്ള ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം കേട്ടോ. അൺപെയ്ഡ് സെല്ലറിന് ഗുഡ്സിനെതിരുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ ബയ്യർക്കെതിരുള്ളതും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഭാഗമാണ്. നിങ്ങളത് വായിച്ചു നോക്കിക്കോളൂ, കാരണം അതെല്ലാം നമുക്ക് ജസ്റ്റ് ഹെഡിങ്സ് വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കേസ് ലോ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കാറ് ഗുഡ്സിനെതിരുള്ള കാര്യങ്ങളാണ്. ലീന്, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, റീസെയിൽ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും കേസ് ലോസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ദെൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലേക്ക് വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ ഫസ്റ്റ് യൂണിറ്റ് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ച് കാണാറില്ല. കാരണം നമ്മൾ ഓൾറെഡി പ്ലസ് ടുവിലൊക്കെ ഓൾറെഡി നല്ല ബേസിസ് ഉള്ളതുകൊണ്ടായിരിക്കണം കൂടുതലും ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് അവരങ്ങനെ ചോദ്യങ്ങൾ അധികം ചോദിക്കാത്തത്. എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ചിലപ്പോൾ അതിനൊരു കേസിലോ ക്വസ്റ്റനൊക്കെ ചോദിക്കാം, പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ പാർട്ട്ണർഷിപ്പും മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ വ്യത്യാസം നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പും ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പും ഒന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. അത് വളരെ സിമ്പിൾ ആയതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചോദിക്കാത്തത്. റിലേഷൻസ് ഓഫ് പാർട്ട്നേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കുറേ ജനറൽ ഡ്യൂട്ടീസ്, ഡ്യൂട്ടി ടു ഇൻഡൻറ്റിഫൈ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ അല്ലെങ്കിൽ കേസിലോ ക്വസ്റ്റൻ ആയിട്ടൊന്നും ഈ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ ചോദിച്ചാൽ അധികം കാണാറില്ല കേട്ടോ. ഈ ഭാഗങ്ങൾ അത്ര അങ്ങോട്ട് നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്നെ മുൻപ് പഠിച്ചുകൊണ്ടായിരിക്കണം. പ്ലസ് ടുവിലൊക്കെ കൂടുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി വിടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ ഒരു ഇത് തോന്നുന്നത് അങ്ങനെയാണ്. അതിൽ നിന്ന് അധികം അങ്ങോട്ട് ചോദ്യങ്ങൾ വരാറില്ല. പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി നന്നായിട്ട് പഠിക്കുക. പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി, അതേപോലെ പേഴ്സണൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ പാർട്ട്നേഴ്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അത് ഉറപ്പായിട്ട് നന്നായിട്ട് പഠിക്കണം. പിന്നെ സെക്ഷൻ 19 പഠിച്ചു വെക്കുക. സെക്ഷൻ 19, 20, അതേപോലെ തന്നെ 22. സെക്ഷൻ 19, 20, 22 നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ 23 കേസിലെ ക്വസ്റ്റ്യൻസ് വരാം. അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതിൽ നിന്ന്, അതേപോലെ എഫക്ട് ഓഫ് നോട്ടീസ് ടു ആക്ടിംഗ് പാർട്ട്നേഴ്സ്. ദെൻ സെക്ഷൻ 25 to 27 ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ് നമുക്ക് കേസിലെ ക്വസ്റ്റ്യൻ വരാം. റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. മൈനേഴ്സ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, നിങ്ങൾ അതിന്റെ അനാലിസിസ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റനോ കേസിലോ ക്വസ്റ്റനോ വരാം കേട്ടോ. ഈ ലീഗൽ കോൺസിക്വൻസ് ഓഫ് പാർട്ട്നേഴ്സ് കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഈ ഭാഗം എനിക്ക് തോന്നുന്നു പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ളത് ഈ സെക്കൻഡ് യൂണിറ്റിൽ നിന്നാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സെക്കൻഡ് യൂണിറ്റ് ബാക്കിയുള്ള ഭാഗങ്ങൾ കേട്ടോ. ആ ബാക്കിയുള്ള അവിടെ നിന്ന് അങ്ങോട്ടുള്ള കോൺസിക്വൻസ് ഓഫ് പാർട്ട്നേഴ്സ് കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ടും, റൈറ്റ്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണറും, റൈറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇൻ സർട്ടൻ കേസസ് ടു ഷെയർ സബ്സീക്വന്റ് പ്രോഫിറ്റ് വരെയുള്ളത് പഠിച്ചു വെക്കുക. റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണ് രജിസ്ട്രേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമാണ്. ഈ രജിസ്ട്രേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസിൽ ഈ കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷനും അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ അതിനകത്ത് ലാസ്റ്റ് നമുക്കൊരു പേജ് നമ്പർ 3.44 ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടു പോയതിനു ശേഷം അവർ രജിസ്റ്റേർഡ് ആയിരുന്നില്ല, പിന്നീട് കേസ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ. ആ ഒരു കേസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതേ സിമിലർ ആയിട്ടുള്ള കേസ് ചിലപ്പോൾ ചോദിക്കാം. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ കേസിലോ ആയിട്ട് ചോദിക്കാം. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ അതിൽ നിന്ന് ഓരോന്നും ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ കേസിലോ ആയിട്ടും അതിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെയുള്ളത് കോൺസിക്വൻസസ് ഓഫ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് ഫസ്റ്റ് പോയിന്റും നന്നായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ
ഫസ്റ്റ് പോയിന്റ് ആണ് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അതിന് കേസ് ലോ ക്വസ്റ്റ്യൻ വരുള്ളൂ. ബാക്കിയുള്ളത് നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ചോദിച്ച് കാണാറില്ല. ചിലപ്പോൾ ചോദിക്കാം, പക്ഷേ ഫസ്റ്റ് പോയിന്റ് ചിലപ്പോൾ കേസ് ലോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. ഈ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. മറ്റൊന്ന് LLP ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്കറിയാം, ആകെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒട്ടും എന്താ പറയുക അധികം മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമാണെങ്കിൽ നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് LLP കൊടുക്കണ്ട. കാരണം ഇതിന് പരമാവധി 3 മാർക്ക് മുതൽ 6 മാർക്ക് വരെ ചോദിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് LLP പഠിച്ചാൽ മതി. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ തന്നെ പറ്റും. നമുക്ക് സ്കിപ്പ് ചെയ്ത് പഠിച്ചാലും പ്രശ്നമല്ല. അതിൽ LLP ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡെഫിനിഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കി പോവാം. LLPയുടെ ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കി പോവാം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് LLP ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ആ ഫീച്ചേഴ്സ് മാത്രം പ്രധാനമായിട്ടും വായിച്ചു നോക്കുക. പിന്നെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോകാമെന്നുള്ളൂ. പിന്നെ മറ്റൊന്ന് എക്സ്റ്റെൻഡ് ആൻഡ് ലയബിലിറ്റി ഓഫ്, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നിങ്ങൾ ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കി പോവാം. ഞാൻ ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക ഒരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയില്ലേ, അതേപോലെ ഒരു മെത്തേഡ് പറയുകയാണ്. ജസ്റ്റ് ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കി പോവാം. ദെൻ വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ലാസ്റ്റ് വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഈ 2 ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പഠിച്ചോളൂ. പക്ഷെ ഞാൻ പറയുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് LLPക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതില്ല. ബിക്കോസ് നമുക്ക് വെയിറ്റേജ് വളരെയധികം കുറവാണ്. പ്ലസ് നിങ്ങൾ അതിൻ്റെ ഡിഫറൻസും കൂടി പഠിച്ചു വെക്കുക. അതായത് LLPയും പാർട്ട്ണർഷിപ്പ് ഫോമും അതേപോലെ തന്നെ LLPയും കമ്പനി തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക. അപ്പോൾ LLP എന്നുള്ള വെയിറ്റേജ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ 3 മാർക്ക് മുതൽ 6 മാർക്ക് വരെ പരമാവധി ചോദിക്കുകയുള്ളൂ. അതും കേസ് ലോസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇതുവരെ LLP തന്നെ കേസ് ലോ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അഥവാ എക്സാമിനേഷൻ ചോദിച്ചാൽ തന്നെ നമ്മൾ ക്ലാസ് കേട്ട ഓർമ്മയിൽ നിങ്ങളുടെ ഇതിൽ എഴുതി വെക്കുക. അപ്പോൾ തന്നെ ഇപ്പോൾ 6 മാർക്കിന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 3 മാർക്ക് കിട്ടിയാൽ അത്രയേ നമുക്ക് മിസ്സാവുന്നുള്ളൂ ഓൾറെഡി. അപ്പോൾ അങ്ങനെ എഴുതിയാലും ധാരാളമാണ്. ഞാനൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണ് കേട്ടോ. കമ്പനീസ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഏകദേശം ഒരു 10 to 12 മാർക്സിനുള്ള ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ കമ്പനീസിൽ നമുക്ക് ഒഴിവാക്കാൻ പാകത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല കമ്പനീസ് ആക്ട്. എന്നാലും ചില ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് ഈ അപ്ലിക്കബിലിറ്റി ഓഫ്, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇൻ്റർമീഡിയറ്റിൽ വരുന്നുണ്ട്, അതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ട് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നത്. ഒന്ന് അപ്ലിക്കബിലിറ്റി ഓഫ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന സംഭവം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതൊക്കെ നമുക്ക് ഓൾറെഡി ഓർമ്മയുണ്ടാവും. ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, കോർപ്പറേറ്റ് വെയിൽ തിയറി, എപ്പോഴാണ് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എവിടെ നിന്ന് വേണം നമുക്കൊരു കേസ് ലോ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്നാണ് കേസ് ലോ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു കേസ് ലോ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ടൈപ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നതിൽ നിന്നും അധികം കേസ് ലോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരില്ല. കേസ് ലോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വന്ന് കാണാറുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിക്കുക. പക്ഷേ OPC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കേസ് ലോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. അതായത് ഈ OPC നമുക്ക് മറ്റു കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരു കേസ് ലോ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ പിന്നെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൂടുതലും പഠിച്ചു വെക്കുക. മറ്റൊന്ന് ഈ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനി പഠിച്ചു വെക്കുക. അതും ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ലിസ്റ്റഡ് അൺലിസ്റ്റഡ് ഒന്നും അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അതർ കമ്പനീസിൽ ഗവൺമെന്റ് കമ്പനി നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിന് കേസ് ലോ ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ 8 കമ്പനി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. സെക്ഷൻ 8 കമ്പനിയിൽ നിന്നും ഒരു തവണ കേസ് ലോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഡോർമെന്റ് കമ്പനി, നിധി കമ്പനി ഒന്നും അങ്ങനെ പ്രശ്നമല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. PFIയും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ദെൻ മോഡ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനിയിൽ നമ്മുടെ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. എന്തെല്ലാമാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത് പറയുന്നുണ്ട്, അത് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് സെക്ഷൻ 447 പറയുന്നുണ്ട്, തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ ട്രിബ്യൂണലിനുള്ള അവകാശങ്ങൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അധികം പറയുന്നുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ, ഷെയർസ്, അതൊന്നും അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദെൻ പിന്നെ വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ദെൻ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈസ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം അധികം മിസ്സാക്കാത്ത രൂപത്തിലാണ് ഞാനിത് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നാളെ അല്ല മറ്റന്നാളാണ് ഇപ്പോൾ എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ അക്കൗണ്ടൻസിക്ക് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുകയാണ് നല്ലത്. നാളെ നിങ്ങൾ ലോ എടുത്താൽ മതിയാകും. അപ്പോൾ നാളെ രാവിലെ മുതൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ പലപ്പോഴും നിങ്ങൾ ചോദിക്കാറുള്ള കാര്യം, ഈ പ്രൊവിഷൻസ് അതുപോലെ തന്നെ എഴുതണോ, സെക്ഷൻ എഴുതണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങളിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. അതിൽ സെക്ഷൻ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ സെക്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആക്ട് മാത്രം സ്പെസിഫൈ ചെയ്താലും മതി. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെയ്സ് ദാറ്റ് ആൻഡ് ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓർ ആസ് പെർ ദി റെലവൻറ്റ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം, അതിലൊന്നും പ്രശ്നമല്ല. ദെൻ വേർഡിങ്സ് അതുപോലെ തന്നെ വരണം എന്നൊരു നിർബന്ധമില്ല. ബട്ട് മാക്സിമം നിങ്ങൾ അതുപോലെ തന്നെ മീനിങ് വരുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ എന്ത് എഴുതുന്നോ അതിനുള്ള മാർക്കാണ് നമുക്ക് കിട്ടുക. സോ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ക്ലാസ് കേട്ട ഓർമ്മയിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഓർമ്മയിൽ നിന്നും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും ഡൗൺ ആയി പോകരുത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയി പോകും. അങ്ങനെ ഒരിക്കലും ഡൗൺ ആയി പോകരുത്. നിങ്ങൾ ആരും ഒന്നും അറിയാത്ത കുട്ടികളല്ല. നിങ്ങളെല്ലാവരും A to Z കാര്യങ്ങൾ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഒരു തവണെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത കുട്ടികളല്ല നിങ്ങളാരും. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ആൻസറും നിങ്ങളുടെ ഉള്ളിലുണ്ട്. മേ ബി കൺഫ്യൂഷൻസ് വന്നോട്ടെ. നമുക്ക് എന്താണോ ആൻസർ ആയിട്ട് തോന്നുന്നത് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഡിജിറ്റൽ വാല്യുവേഷൻ ആണ്, മാനുവൽ വാല്യുവേഷൻ അല്ല. സ്റ്റെപ്പിന് വരെ മാർക്കുകളുണ്ട്. അതായത് ഓരോ ഭാഗങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് മാർക്കുകൾ ഡിജിറ്റൽ വാല്യുവേഷനിൽ കിട്ടും. സോ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒട്ടും നമ്മൾ നെഗറ്റീവായി ഒന്നും എഴുതാൻ മടുത്തു പോകുന്നൊരവസ്ഥ എക്സാമിനേഷൻ്റെ ഇടയിൽ ഉണ്ടാവരുത്. ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കഴിവിൻ്റെ പരമാവധി പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ബിക്കോസ് ഇംഗ്ലീഷിൻ്റെ മാർക്കും ലോൻ്റെ മാർക്കും കൂടിയിട്ടാണ് നമുക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇംഗ്ലീഷ് ആദ്യം എഴുതിയിട്ട് ലോ പിന്നീട് എഴുതാം, ലോ ആദ്യം എഴുതി ഇംഗ്ലീഷ് പിന്നീട് എഴുതാം. പക്ഷെ പാർട്ട് ഏതാന്നുള്ളത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിക്സപ്പ് ചെയ്ത് എഴുതരുത്, ലോയും ഇംഗ്ലീഷും മിക്സപ്പ് ചെയ്ത് എഴുതരുത്. പക്ഷെ എങ്ങനെയാണെങ്കിലും ശരി, നിങ്ങൾ ലോ ആദ്യം എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സമയം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. സമയം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാർക്കിന് 1.8 മിനിറ്റ്, 1.8 മിനിറ്റ്സ് ആണ് നമുക്ക് ഏകദേശം നമുക്ക് കിട്ടുക. അത് അറൌണ്ട് 2 മിനിറ്റ്സ് ഒരു മാർക്ക് ഗെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 12 മിനിറ്റാണ് ആ ചോദ്യം എഴുതാനുള്ള ഒരു സമയം എന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. 12 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനൊന്ന് സ്പീഡാക്കുക. ഓക്കെ, ഞാൻ ഈ ആൻസർ കൺക്ലൂഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ എഴുതി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ടൈമിങ്സിൽ നമുക്ക് എഴുതി തീർക്കാനും എന്നാൽ അത്രയും സമയം തന്നെ എടുത്തുകൊണ്ട് ആൻസേഴ്സ് എഴുതാനൊക്കെ നമ്മളെ സഹായിക്കും. ബ്ലാക്ക് പെൻ യൂസ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാനെൻ്റെ ഇൻസ്റ്റ ID ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കുറേ പേര് മുൻപ് ഡൗട്ട് ചോദിച്ചവർക്ക് എനിക്ക് ആൻസർ പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല. കാരണം കൂടുതലും ഇത് ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് എല്ലാവരും ഓൺലൈനിലാണ് ഡൗട്ട് ചോദിക്കുന്നത്. മുൻപ് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്ന സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുള്ള ഡൗട്ടുകൾ മാത്രമേ ഓൺലൈനിൽ വന്നിരുന്നുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയപ്രശ്നങ്ങളും മറ്റും ഉണ്ട്, മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അൺആൻസേർഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഞാനിപ്പോഴും മറുപടി പറയാത്തുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.